ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു തിയാഗോ സിൽവ ബ്രസീൽ വിട്ടുകൊണ്ട് യൂറോപ്പിലേക്ക് മടങ്ങിയെത്തിയത്. അതായത് ഫ്ലുമിനൻസിൽ നിന്നും അദ്ദേഹത്തെ സ്വന്തമാക്കിയത് പോർച്ചുഗീസ് ക്ലബ്ബായ FC പോർട്ടോയാണ്. പോർട്ടോക്ക് വേണ്ടി ഇന്നലെ സിൽവ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. പോർച്ചുഗീസ് കപ്പിലാണ് അരങ്ങേറ്റം നടത്തിയത്. എതിരാളികൾ കരുത്തരായ ബെൻഫിക്കയായിരുന്നു. അതായത് ഹൊസെ മൊറീഞ്ഞയുടെ ക്ലബ്ബാണ് ബെൻഫിക്ക. അവരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്താൻ പോർട്ടോക്ക് കഴിഞ്ഞിട്ടുണ്ട്. തിളങ്ങിയത് തിയാഗോ സിൽവ തന്നെയാണ്. ഡിഫൻസിൽ ഗംഭീര പ്രകടനമാണ് അരങ്ങേറ്റ മത്സരത്തിൽ പോർട്ടോക്ക് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, ബെൻഫിക്കയെ പോലെയുള്ള ഒരു ശക്തമായ ടീമിനെതിരെയാണ് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 40ാമത്തെ വയസ്സിൽ തിയാഗോ സിൽവ ഇത്തരത്തിലുള്ള ഒരു മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത്. ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരുന്നു. 100% ഡുവലുകളും വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അഥവാ 3-ൽ 3 ഡുവലുകളും അദ്ദേഹം വിജയിച്ചു. 100% ഏരിയൽ ഡുവലുകളും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്, 2-ൽ 2. അതുപോലെ തന്നെ ആകെ 43 പാസുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അതിൽ 40 പാസുകളും അക്യുറേറ്റ് ആയിരുന്നു. 93% അക്യുറസി അദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്നു. ഒരു ഇന്റർസെപ്ഷൻ, 2 ബോൾ റിക്കവറികൾ, 6 ക്ലിയറൻസ്. അതുപോലെ തന്നെ 53 തവണയാണ് ബോളിൽ അദ്ദേഹം ടച്ച് ചെയ്തിട്ടുള്ളത്. 3 തവണ മാത്രമാണ് അദ്ദേഹത്തിന് ബോൾ നഷ്ടമായിട്ടുള്ളത്. അതായത് സ്റ്റാർട്ട് ചെയ്ത താരങ്ങളിൽ ഏറ്റവും കുറവ് തവണ ബോൾ നഷ്ടമായിട്ടുള്ള താരം അത് തിയാഗോ സിൽവ തന്നെയാണ്. അങ്ങനെ ഡിഫൻസിൽ നല്ല രൂപത്തിലുള്ള ഒരു പ്രകടനം സിൽവ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ബെൻഫിക്കയെ പുറത്താക്കാൻ ഇപ്പോൾ പോർട്ടോക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. സെമി ഫൈനലിനാണ് അവരിപ്പോൾ യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.